പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ്ങിനെ കുറിച്ചാണ്. നമുക്ക് ആദ്യമേ സ്ക്രീനിങ് എന്താണെന്ന് പരിശോധിക്കാം. സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗലക്ഷണമൊന്നും ഇല്ലാത്ത ഒരാളെ, രോഗമുള്ളതായിട്ട് അവർക്കറിയത്തില്ല, രോഗത്തിൻ്റെ ലക്ഷണങ്ങളുമില്ല, അപ്പോൾ സാധാരണ നോർമലായിട്ട് ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ നമ്മൾ എന്തെങ്കിലും പരിശോധിച്ച് അവർക്ക് രോഗമുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതിന് ചികിത്സ കൊടുക്കുന്ന ആ പ്രക്രിയയ്ക്കാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയും. അപ്പോൾ സ്ക്രീനിങ് കൊണ്ട് രോഗം നേരത്തെ കണ്ടുപിടിച്ചാലുള്ള ഗുണം എന്താണ്? അപ്പോൾ സ്ക്രീനിങ് കൊണ്ട് രോഗം കണ്ടുപിടിക്കുമ്പോൾ രോഗലക്ഷണങ്ങളൊക്കെ വരുന്നതിനും വളരെ മുമ്പ് തന്നെയാണ് നമ്മൾ ഈ രോഗം കണ്ടുപിടിക്കുന്നത്, ടെസ്റ്റ് ചെയ്താൽ കണ്ടുപിടിക്കുന്നത്, ലക്ഷണങ്ങളില്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ രോഗം വളരെ നേരത്തെ ഏർലി സ്റ്റേജിൽ, ചെറിയ സ്റ്റേജ് 1 തന്നെ നമുക്ക് മിക്കവരും എല്ലാവരുടെയും തന്നെ രോഗം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം സ്റ്റേജ് 1 രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ചികിത്സിച്ച് കഴിഞ്ഞാൽ രോഗം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ഇത് ക്യാൻസറിന് മാത്രമല്ല, സ്ക്രീനിങ് ചെയ്യുന്ന എല്ലാ രോഗത്തിനും ഉള്ള ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ എല്ലാ ക്യാൻസറുകൾക്കും നമുക്ക് സ്ക്രീനിങ് ഇല്ല, സ്ക്രീനിങ് ടെസ്റ്റ് ഇല്ല. ഏതാനും ചില ക്യാൻസറുകൾക്ക് മാത്രമേ നമുക്ക് സ്ക്രീനിങ് നിലവിലുള്ളൂ. അപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിന് സ്ക്രീനിങ് നിലവിലുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഉണ്ടാകുന്ന ക്യാൻസറിന് സ്ക്രീനിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് നോക്കാം, അതിൻ്റെ കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ സ്ക്രീൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് PSA എന്ന് പറയുന്ന ടെസ്റ്റാണ്. അത് ബ്ലഡ് എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് PSA കിട്ടും. PSA ഒരു ബ്ലഡ് ടെസ്റ്റാണ്. അപ്പം PSA ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറിന് സ്ക്രീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കോമൺ ആയിട്ട്, അത് പോപ്പുലേഷനിൽ, സമൂഹത്തിൽ മൊത്തമായിട്ട് നമ്മൾ ഈ സ്ക്രീനിങ് ഉപയോഗിക്കുമ്പോൾ ആർക്ക് സ്ക്രീൻ ചെയ്യണം? ഏകദേശമല്ല, അവർ റെക്കമെൻഡേഷനിൽ പറയുന്നത് 55-നും 69-നും മധ്യേ പ്രായമുള്ള പുരുഷന്മാർക്കാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ടത്. ബാക്കിയുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതിനൊരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സ് തൊട്ടേ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറിന് വേണ്ടി സ്ക്രീൻ ചെയ്യാം. പക്ഷേ ഹൈ റിസ്ക് ആളായിരിക്കണം. ഹൈ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ 2 അതിലധികമൊക്കെ ആളുകൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസർ വന്നിട്ടുള്ള കുടുംബത്തിലെ ആളാണെന്ന് വരിയിൽ 40 വയസ്സ് തൊട്ടേ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നറിയാനായിട്ട് PSA ടെസ്റ്റ് ചെയ്ത് നമുക്ക് സ്ക്രീനിങ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ PSA ടെസ്റ്റ് ചെയ്തു. PSA ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല റിസൾട്ട് വാല്യൂ കിട്ടാം. അപ്പോൾ അതിനകത്ത് ആ വാല്യൂവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ PSA ടെസ്റ്റ് ചെയ്ത് നമ്മൾക്ക് കിട്ടുന്ന PSA വാല്യൂ 1 നാനോഗ്രാമോ അതിൽ താഴെയോ ആണ് എന്ന് വരും. നാനോഗ്രാം പെർ ml എന്നാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക. അതിൽ താഴെയോ ആണെന്ന് വരികയിൽ അങ്ങനെയുള്ള രോഗികൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള രോഗികളെ പിന്നീട് നമ്മൾ വലിയ കാര്യമായിട്ട് സ്ക്രീൻ ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ വാല്യൂ 1 നാനോഗ്രാമിനും 3 നാനോഗ്രാമിനും ഇടയ്ക്ക് നിൽക്കുവാണെന്ന് വരികയിൽ അങ്ങനെയുള്ളവരെ നമ്മൾ അടുത്ത ബ്ലഡ് ടെസ്റ്റ് നമ്മൾ 2 മുതൽ 4 വർഷം കഴിയുമ്പോൾ ചെയ്താൽ മതി. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക, ഈ പറയുന്ന 3 നാനോഗ്രാമിൽ താഴെയാണെന്ന് വരികയിൽ പിന്നെയും അടുത്ത ടെസ്റ്റ് നമ്മൾ 2 or 4 വർഷം കഴിയുമ്പോൾ ചെയ്യണം. അതേസമയം നമ്മുടെ ബ്ലഡിലെ PSAൻ്റെ വാല്യൂ അത് 3-ൽ കൂടുതലാണെങ്കിൽ അവർക്കാണ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ളത്. അങ്ങനെയുള്ള ആളുകളെ പണ്ടുകാലത്ത് ഒത്തിരി സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് 3 സ്റ്റഡീസാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒന്ന് PLC എന്ന് പറഞ്ഞ് അമേരിക്കയിൽ നടത്തിയൊരു സ്റ്റഡിയുണ്ട്. പിന്നെ യൂറോപ്പിൽ നടത്തിയ ഒരു സ്റ്റഡിയുണ്ട്. അതുപോലെ തന്നെ യൂറോപ്പിൽ നടത്തിയ യൂറോപ്യൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രിവെൻഷൻ ട്രയൽ, അല്ല സ്ക്രീനിങ് ട്രയൽ, പ്രിവെൻഷൻ ട്രയലല്ല സ്ക്രീനിങ് ട്രയലും അതിന് തന്നെ ഒരു ഉപഭാഗമായിട്ട് ഒരു സബ് സ്റ്റഡിയായിട്ട് ഗോട്ടൻബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടത്തിയ സ്റ്റഡി. ഈ 3 സ്റ്റഡിയുടെ ആധാരത്തിൽ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സ്ക്രീനിങ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അതിന് ഗുണം എത്രയുണ്ടോ ദോഷം എത്രയുണ്ടോ എന്നൊക്കെ പറയുന്നത് ഈ 3 പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീനിങ് ട്രയലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഈ 3-ൽ കൂടുതൽ PSA ഉള്ള ആളുകൾക്ക് നമ്മൾ പിന്നെയും അവരെ റിസ്ക് നോക്കണം, അവരെ റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്യണം. അങ്ങനെയുള്ള ആളുകളെ റിസ്ക് സ്ട്രാറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് MRI എടുത്ത് നോക്കുകയാണ്. MRI എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേനും നമ്മൾ മാമോഗ്രാം റിപ്പോർട്ട് ചെയ്യുന്നത് ബൈഡാട്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ്.
ബൈരാറ്റ്സ് 1, 2, 3, 4, 5 വരെ അവർ തരും. പിന്നെ 0ഉം 6ഉം ഒക്കെ ഉണ്ട്. എന്ന് പറയുന്നത് പോലെ MRI എടുത്ത് അവരെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാൻ എത്രമാത്രം റിസ്ക് ഉണ്ടാകും MRI നോക്കിക്കഴിഞ്ഞാൽ റേഡിയോളജിസ്റ്റ് പറയും. അതിനകത്ത് ക്യാൻസർ ഉണ്ടാകാൻ എത്രമാത്രം സാധ്യതയുണ്ടെന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിട്ട് പല ഗ്രൂപ്പുകളായിട്ട് തിരിക്കും. 1 മുതൽ 5 വരെയുള്ള ഗ്രൂപ്പായിട്ട് അവരെ തിരിക്കും. ഈ ഗ്രൂപ്പിൻ്റെ നമ്പർ കൂടുമ്പോൾ പൈരാറ്റ്സ് 1, അത് പൈരാറ്റ്സ് എന്ന് പറഞ്ഞാൽ പറയാം. അപ്പം പൈരാറ്റ്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റിസ്ക് ഇല്ലാത്ത ആളാണ്. പൈരാറ്റ്സ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും റിസ്ക് കൂടിയ ആൾക്കാരാണ്. അപ്പം പൈരാറ്റ്സ് 1ഉം 2ഉം ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ബയോപ്സി ഒന്നും എടുക്കേണ്ട, അവരെ വെറുതെ വിട്ടാൽ മതി. പിന്നെയും 2 വർഷം കഴിയുമ്പോൾ പിന്നെയും PSA ചെയ്ത് നോക്കുക. അതേസമയം പൈരാറ്റ്സ് 4ഉം 5ഉം ഉള്ള ആളുകൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ബയോപ്സി ചെയ്ത് നോക്കണം. അവർക്ക് ഉറപ്പായിട്ടും ബയോപ്സി ചെയ്ത് നോക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് ബയോപ്സി ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ തീരുമാനിക്കും. ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കും. ക്യാൻസർ ഉണ്ടെങ്കിൽ ബാക്കി പാരാമീറ്റേഴ്സൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുക. ഇനിയും പൈരാറ്റ്സ് 3 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ പൈരാറ്റ്സ് 1ഉം 2ഉം ഉള്ള ആൾക്കാരെ നമ്മൾ വെറുതെ വിട്ടു, 4ഉം 5ഉം ഉള്ള ആളുകളെ നമുക്ക് ബയോപ്സി എടുത്തു. ഈ പൈരാറ്റ്സ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ വലിയ ചാൻസ് ഒന്നുമില്ല പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടാകാൻ. പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് റിസ്ക് എന്ന് പറയും, അല്ലെങ്കിൽ നടുക്കത്തെ റിസ്ക് ഗ്രൂപ്പിലാണ് അവർ വരിക. അവർക്ക് നമ്മൾ PSAയും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വോളിയം, അതിന് എത്രമാത്രം വലുപ്പം ഉണ്ടെന്ന് നോക്കി നമ്മൾ പ്രോസ്റ്റേറ്റ് PSA ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ കണക്കാക്കും. ആ വാല്യൂ കണക്കാക്കി കഴിയുമ്പോൾ 0.15 താഴെയാണ് ആ വ്യക്തിയുടെ PSA ഡെൻസിറ്റി എന്ന് വരിയിൽ അവർക്ക് നമ്മൾ പ്രോസ്റ്റേറ്റ് ബയോപ്സി എടുക്കത്തില്ല, അവരെയും സ്ക്രീനിങ് വെക്കത്തേ ഉള്ളൂ. അതേസമയം PSA ഡെൻസിറ്റി 0.15 കൂടുതലാണെങ്കിൽ അവർക്ക് നമ്മൾ പ്രോസ്റ്റേറ്റ് ബയോപ്സി എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുക. അപ്പം PSA ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. PSA ചെയ്ത് കഴിയുമ്പം അതിൻ്റെ അടിസ്ഥാനമാക്കി നമ്മൾ ഓരോ റിസ്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി ഹൈ റിസ്കിലുള്ള ആളുകളെ നമ്മൾ ബയോപ്സി എടുക്കും. ഇനിയിപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇങ്ങനെ സ്ക്രീൻ ചെയ്തുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നേരത്തെ രോഗം കണ്ടെത്തി നേരത്തെ ചികിത്സിച്ച് രോഗം മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര ആളുകൾക്ക് നമ്മൾ സ്ക്രീൻ ചെയ്യുമ്പോഴാണ് ഒരാളുടെ മരണം നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്റ്റഡികളുടെ നേരത്തെ പറഞ്ഞ സ്റ്റഡീൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏകദേശം 1000 നോർമലായിട്ടുള്ള വ്യക്തികൾക്ക് PSA ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും ഒരാളെയാണ് നമ്മൾ, ഒരാളുടെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മരണമാണ് നമ്മൾ ഒഴിവാക്കുക. അത്രയേ ഉള്ളൂ. അത് ചെറിയ നമ്പറാണ്. അത് സെർവൈക്കൽ ക്യാൻസറിനും അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനും ഒക്കെ ഈ നമ്പർ കുറച്ചും കൂടെ മെച്ചപ്പെട്ടതാണ്. 1000 പേരെ ഒന്നും സ്ക്രീൻ ചെയ്യേണ്ട ഒരാളുടെ മരണം ഒഴിവാക്കാനായിട്ട്. അതുപോലെ തന്നെ 1000 പേർക്ക് PSA ഒക്കെ ടെസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ ടെസ്റ്റുകളെല്ലാം ചെയ്ത് ബയോപ്സിയൊക്കെ ചെയ്ത് 1000 പേരെ സ്ക്രീൻ ചെയ്ത് ട്രീറ്റ് ചെയ്ത് അതിനകത്ത് ആവശ്യമുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുമ്പം 3 പേർക്ക് സ്റ്റേജ് 4, അതായത് 4ാം ഘട്ടത്തിലുള്ള ഒരു ക്യാൻസർ ആകുന്നത് നമ്മൾ തടയുന്നു. ഒരാളുടെ മരണം നമ്മൾ ഒഴിവാക്കുന്നു. ഇതാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ക്രീൻ ചെയ്താൽ കിട്ടുന്ന പ്രയോജനം. ഇനി ഇതിൻ്റെ ദോഷവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള മാനസിക വിഷമങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ഉണ്ട്. അതുകൂടാതെ തന്നെ ഈ ബയോപ്സി എടുക്കുമ്പം അതിൻ്റെ വേദന വരാം. വളരെ ചെറിയ ശതമാനം ആൾക്കാർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഇൻഫെക്ഷൻ വരാം. അതുപോലെ തന്നെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈംഗിക ശക്തി അത് ഒക്കെ കുറഞ്ഞു പോകാനുള്ള സാധ്യത ഒക്കെ വളരെ 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 ചെറിയ ശതമാനത്തിനേ ഉള്ളൂ. എന്നാലും ഇങ്ങനെയുള്ള റിസ്ക് അല്ലെങ്കിൽ ദോഷവശങ്ങളൊക്കെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ സ്ക്രീൻ ചെയ്യുന്നത് കൊണ്ട് വരാം. ഇത് മനസ്സിലായിട്ടില്ലാത്ത ആളുകൾ പിന്നെയും ഇത് കേട്ട് നോക്കുക. അപ്പോഴത്തേനും 2ഓ 3ഓ പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 70 വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്ന് സ്ക്രീൻ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പം സ്ക്രീനിങ് വരുന്ന 55നും 69 വയസ്സിനിടയ്ക്കുള്ള മാത്രമേ നമ്മൾ PSA നോക്കി ക്യാൻസർ സ്ക്രീനിങ് ചെയ്യേണ്ട കാര്യം ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.